പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലാണ്. അപ്പോൾ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിൻ്റെ നെടുന്തൂണായ 2 പേരാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത്. മരിയ മാം ശരിക്കും ഇവിടുത്തെ മാർക്കറ്റിംഗ് ഹെഡാണ്. മരിയ മാമിൻ്റെ ഹസ്ബൻഡാണിത്, കിരൺ സർ. അദ്ദേഹം ഇവിടുത്തെ ഓപ്പറേഷൻസിൻ്റെ ഹെഡാണ്. ഓണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എക്സൈറ്റ്മെൻറ്റ് നൽകുന്നൊരു സമയമാണ്. കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന പീരീഡും ഈ ഓണം കാലം തന്നെയാണ്. ഇത്തവണ എല്ലാ പ്രോഡക്റ്റ് കാറ്റഗറിയിലും സ്പെഷ്യൽ ഓഫേഴ്സാണ് എല്ലാ റീറ്റെയിലേഴ്സും ഇൻക്ലൂഡിങ് ഞങ്ങളടക്കമുള്ള റീറ്റെയിലേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പിട്ടാപ്പള്ളി ഏജൻസീസിൽ ഇപ്പോൾ LED TV, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ LED TV പോലെയുള്ള പ്രോഡക്ട്സിന് പല റേഞ്ച് പ്രോഡക്ട്സും ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കോംബോ ഓഫേഴ്സ്, ഹോം തിയേറ്റേഴ്സ് പോലെയുള്ള കോംബോ ഓഫേഴ്സ് ഉണ്ട്. ക്യാഷ് ബാക്ക് ഏകദേശം 12,000 15,000 വരുന്ന ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ AC-ക്ക് ഒരു 5 years അൺകണ്ടീഷണൽ വാറണ്ടി, ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്ത ആദ്യമായിട്ടുള്ളൊരു ഓഫറാണ്. അതുപോലെ വാഷിംഗ് മെഷീൻസ് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ ഫിനാൻസ് സ്കീംസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അഡീഷണൽ ഗിഫ്റ്റ്സ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും എക്സ്റ്റൻഡഡ് വാറണ്ടിയിലും ഏറ്റവും കുറഞ്ഞ മാസത്തവണ വ്യവസ്ഥയിലും വാങ്ങുന്ന സ്പെഷ്യൽ ടൈമാണ് ഓണം എന്ന് പറയുന്നത്. എല്ലാ വർഷവും പിട്ടാപ്പള്ളി ഏജൻസീസ് വളരെ വ്യത്യസ്തമായ ഓഫറുകളാണ് കൊണ്ടുവരാറുള്ളത്. എല്ലാ ഓഫേഴ്സും ഫുൾ ഓണായിട്ട്, അത് ഡിസ്കൗണ്ട്സ് ആണെങ്കിലും ക്യാഷ് ബാക്ക് ആണെങ്കിലും EMI സ്കീംസ് ആണെങ്കിലും എക്സ്ചേഞ്ച് ഓഫർ ആണെങ്കിലും ഒരു കസ്റ്റമർ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം പിട്ടാപ്പള്ളിയിൽ ഓഫേഴ്സായിട്ട് ലഭിച്ചിരിക്കും. അപ്പോൾ 35 വർഷമായിട്ടുള്ളൊരു ബ്രാൻഡ്, അതും കേരളത്തിൽ 81 ഷോറൂംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ 10,000 പേർക്കാണ് വിജയികളായി തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സീ കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും പിട്ടാപ്പള്ളി ഏജൻസീസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Agencies and Swami Sambar Powder, Nallonam Undonam, co-powered by Aditi Sunflower Oil and Suntips Tea. Special partners TTK Prestige, GRB Ghee and Prill. Prillinte കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്തിരിക്കുന്ന പ്രിൽ ഡിഷ് വാഷർ കണ്ടോ, അതുകൊണ്ടാണ് നമ്മളിതാ ഇന്ന് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ ഉരുളി കഴുകിയിരിക്കുന്നത്. നല്ല ഗംഭീരമായിട്ട് നല്ല ഷൈൻ ചെയ്ത് നല്ല തിളങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉരുളിയിൽ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ വരാൻ പോകുന്ന ആരാണെന്നുള്ളത് എനിക്കറിയാം. 2 പേരാണ് ഇന്ന് ഇവിടെ വരുന്നത്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ആദർശ് ഷേണോയി ആൻഡ് പൂർണിമ റാണി. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവിടെ നിന്ന് തുടങ്ങൂ. ശേഷം സുഖമായിട്ട് പോകണം. സന്തോഷം, ഇങ്ങനെ ഒരു ഫ്ലോറിൽ വിളിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അതെ. പൂർണിമ സാധാരണ കലവില മിണ്ടുന്ന ആളാണല്ലോ, എന്ത് പറ്റി? സ്റ്റാർട്ടിങ് ട്രബിൾ ആണോ? കുഴപ്പമില്ല, അതെന്തായാലും നമ്മുടെ ഐറ്റം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ശരിയാവും. ഓക്കെ, അപ്പൊ എന്താണെന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്? നെയ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നെയ്പായസത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കുന്ന ചടങ്ങിലേക്ക് കടന്നാലോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മളോടൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. നെയ്യ് വേണം. ഫസ്റ്റ് നെയ്യ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് GRB ഗീ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ തരിതരിയായിട്ടുള്ള വളരെ പരിശുദ്ധമായ നെയ്യാണ്. കണ്ടോ, നന്നായി അവിടുന്ന് പെർഫെക്റ്റ് എന്ന് കാണിച്ചു. ആ നെയ്യ് തന്നെ, നല്ല തീരുമാനം. ചോറ് വേണം. ഉണക്കലരിയാണോ? ഉണക്കലരി. പിന്നെ ശർക്കര പാനി വേണം, പഞ്ചസാര വേണം, തേങ്ങാക്കൊത്ത് വേണം, ഏലക്കാപ്പൊടി വേണം, കിസ്മിസ് വേണം, നട്ട്സ്, കാഷ്യൂ നട്ട്സ് വേണം, പിന്നെ തെച്ചിപ്പൂവും മറ്റേ തുളസിയുടെ ലുക്കിന് ഇച്ചിരി തെച്ചിപ്പൂവും തുളസിയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്, അത്രേ ഉള്ളൂ. പൊതുവെ പൂർണ്ണിമ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ്? പൊതുവേ ഞാൻ കഴിച്ചിട്ടില്ല ഒരു വട്ടം. സോയ പറഞ്ഞാണ് തന്ന, പക്ഷെ അത് കോളിഫ്ലവർ ആയിരുന്നു. അവള് കോളിഫ്ലവർ എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് തന്നായിരുന്നു. ഇവരുടെ തന്നെ ഒരു തീരുമാനമില്ല പരസ്പരം എന്താ കഴിക്കാൻ കൊടുക്കുന്നത്. ഓക്കെ, ശരി. ആദർശ് കുക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ചെറുതായിട്ട് കുക്ക് ചെയ്യാറുണ്ട്. എന്താണ് ചെറുങ്ങനെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ? പപ്പടമൊക്കെ പൊള്ളിക്കും. പപ്പടമൊക്കെ പൊള്ളിക്കാൻ അറിയാം. ദോശ ചുടും. നല്ലൊരു കൈഡ് കൊടുക്കണം നമ്മൾ അതിന് വേണ്ടി. പപ്പടമൊക്കെ പൊള്ളിക്കാൻ അറിയാവുന്ന ആളാണ്. നമ്മുടെ ഉരുളി ചൂടുണ്ട്, ഉരുളി വരെ ചൂടായി. ഇനി എന്താണ് ആഡ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യമായിട്ട് ഉരുളിയിലേക്ക് എന്താണ് നമ്മൾ ഇടാൻ പോകുന്നത്? നെയ്യ് ഒഴിക്കാൻ പോവാണ്. നമ്മുടെ GRB ഗീ ആണ്, തരിതരിയായിട്ടുള്ള വളരെ പരിശുദ്ധമായ GRB ഗീ ആണ്. നമ്മൾ ഉരുളിയിലേക്ക് ആദ്യമായിട്ട് നമ്മുടെ നെയ്യ് ഒഴിച്ചിരിക്കുകയാണ്. നെയ്യ് ചൂടായി കഴിഞ്ഞിട്ട് എന്താണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്? ചോറ് ആഡ് ചെയ്യണം. ഓക്കെ, നമ്മളിതാ ആ നെയ്യിലേക്ക് ഒരു 70% വേവിച്ച് വെച്ച ഉണക്കലരിയുടെ ചോറ് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇടാവും, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. എന്തോ
പൊട്ടിത്തെറിക്കും. തീ കുറച്ചിട്ടേ ഇടാവുള്ളൂ അല്ലേ? വാട്ടർ കണ്ടന്റ് ഇല്ലേ ചോറില്? മനസ്സിലായി. ഓക്കെ. ചോറില് പിടിച്ചേരണോ? വേണ്ട. ചോറിൽ വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ നെയ്യിലേക്ക് ചോറ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മളത് വഴറ്റണം. ശരി. ആദർശേ, ഞാൻ നേരത്തെ പറഞ്ഞു ആദർശ് ഇവിടെ ഏതൊക്കെയോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ എന്തൊക്കെയാണ് ഈ അപ്കമിങ് പ്രോജക്ട്സ്, എന്തൊക്കെയാണ് ഇതുവരെ ചെയ്ത സിനിമകളുടെ വിശേഷം, ബാക്കിയെല്ലാം? ഞാൻ ഡിഗ്രി MG കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം കൊച്ചി എക്സ്പീക് മീഡിയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡോമിൻ ഡി സിൽവ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ അടുത്ത് പഠിച്ചായിരുന്നു. അതിനുശേഷം ഞാൻ റെജീന എന്ന് പറയുന്ന തമിഴിലൊരു പടം അഭിനയിച്ചു അതിൽ. പിന്നെ അതിനുശേഷം അഭിജിത്ത് നൂറാണി എന്ന് പറയുന്ന ചേട്ടൻ്റെ കുരുക്കം തുടങ്ങി ഇപ്പോൾ ഇടയ്ക്ക് റിലീസ് ആയതുള്ളൂ, 2 മാസം ആയതുള്ളൂ. അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അപ്കമിങ് പ്രോജക്ട്സ് വരാനുണ്ടോ? ഒരെണ്ണമുണ്ട്, അത് ഏകദേശം ഫിക്സ് ആയിരിക്കണുള്ളൂ, പബ്ലിക്കായിട്ട് പറയാറായിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ എന്ത് നല്ല കാര്യം ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ അത്രയും പബ്ലിക് ആക്കേണ്ട ആവശ്യമില്ല. കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ എല്ലാ സക്സസും മുന്നോട്ടേക്ക് ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് സിനിമകൾ കിട്ടട്ടെ കേട്ടോ. നമ്മുടെ ചോറ് നെയ്യിൽ കിടന്ന് അതെന്തോ എന്താണ് പാകം? വഴണ്ട് വരണം. ആദർശം അത് കണ്ടിട്ട് പോലും എന്തോ ഒഴിക്കാൻ പോകുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. ശർക്കരപ്പാനി. ഇതാണ് ശർക്കരപ്പാനി കേട്ടോ. ഫുള്ള് ഒഴിക്കണം. എന്നിട്ട് ഇതിൽ കിടന്നത് ഇങ്ങനെ വേവണം. ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് മധുരം പിടിക്കണം, ആ ചോറിൽ അങ്ങ് പിടിക്കണം. ഇപ്പൊ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി തീ അങ്ങ് കൂട്ടി വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ വീട്ടിൽ ആരാണ് കുക്ക് ചെയ്യുന്നത് ആദർശേ? വീട്ടില് അമ്മൂമ്മയാണ്. അമ്മൂമ്മയാണ്. അമ്മയും നന്നായിട്ട് കുക്ക് ചെയ്യും. അമ്മൂമ്മ. ഓക്കെ. പൂർണിമയുടെ വീട്ടിൽ ആരാ കുക്ക് ചെയ്യുന്നത്? അമ്മയാ കുക്ക് ചെയ്യുന്നത്. അമ്മ ചിലപ്പം ഒന്നും ഉണ്ടാക്കൂല, അപ്പൊ ഞാൻ ഉണ്ടാക്കും. എന്താ ഉണ്ടാക്കുന്നത്? അമ്മ ചോറ് വെച്ചിട്ട് അവിടെ ഇരുന്ന് അമ്മേനെ ഒളിഞ്ഞു നോക്കുന്നത്. ഞാൻ കള്ളം പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അമ്മ എന്നെ ഉണ്ടാക്കണം. ഹെൽപ്പല്ല, എനിക്ക് അടുക്കള ഫുള്ള് വേണം, വേറെ ആരും ഇങ്ങനെ ശല്യം ചെയ്യണം. അല്ല, അത് അങ്ങനെയാണ്. അതെനിക്കും അങ്ങനെ. അടുക്കള കയറിയാൽ ഞാൻ മാത്രമേ കാണുള്ളൂ. അതിന്റെ ഇടയിൽ നിന്ന് കൈയിട്ട് വരാൻ ആരും പാടി. അതെന്താ പറയാ, അതിന്റെ ഇടയിൽ വന്ന് 10 കമന്റ് ആരെങ്കിലും അടിച്ചാൽ നമുക്ക് ദേഷ്യം വരും. അതെ, ഉണ്ടാക്കി ഫൈനൽ റിസൾട്ട് ആളുകൾ കഴിച്ചാൽ മതി അല്ലേ? ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ആവശ്യത്തിന് ഇതെല്ലാം കൂടെ കിടന്നൊന്ന് വെന്ത് വരണം. ആ ചോറെല്ലാം മധുരമൊക്കെ പിടിക്കണം. ഇനി അതെല്ലാം കുറച്ച് പഞ്ചസാര കൂടെ ഇടാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ശർക്കരപ്പാനി നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ മധുരം വേണം, ഇപ്പോൾ കുറച്ച് മധുരം മുന്നോട്ടേക്ക് നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് ആദർശിന്റെ വീട്ടിൽ പൊതുവെ ഓണം സെലിബ്രേഷൻ ഒക്കെ എങ്ങനെയാണ്? ഓണം സെലിബ്രേഷൻ സാധാരണ എല്ലാ വീട്ടിലും പോലെ തന്നെയാണ്. അല്ല, എന്തൊക്കെയാണ് അവിടെ പ്രത്യേകത? അല്ല, മീൻസ് ഫാമിലി എല്ലാവരും കൂടെ കൂടും, സദ്യ വെക്കുന്നു, കഴിക്കുന്നു. പിന്നെ ഞങ്ങള് ഗ്രൂപ്പ് കുറച്ച് കൂട്ടുകാരെല്ലാവരുമായിട്ടൊക്കെ ചേർന്ന് ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. ക്ലബിലൊക്കെ പോയിട്ടുള്ള? ക്ലബിലല്ല, നമ്മളെ ഈ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെയുള്ള സ്ഥിരം. അതെ, ഇപ്പൊ എല്ലാരും സ്ഥിരം മാനവീയ പോയിട്ട് പരിപാടിയാ? ചായ കുടിക്കും, പിന്നെ അവിടെയുള്ള വൈബ് സീരിയസ് ആയിട്ട് ചായ കുടിക്കും. പിന്നെ അവിടെ കുറെ പട്ടിക്കുട്ടികളുണ്ട്, നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ സ്ഥലമൊക്കെ നോക്കിയിരിക്കും. വൈബാണ്. ചെറുപ്പക്കാരൻ. അതെ, മാന്യനാണ്. അതെ. പൂർണിമയുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ എങ്ങനെയാണ്? സദ്യ വെക്കും, പിന്നെ ബന്ധുക്കളൊക്കെ വരും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, പിന്നെ എവിടെയെങ്കിലും കറങ്ങാൻ പോകും. അതൊക്കെ തന്നെ. അത്രയൊക്കെ ഉള്ളു. ഉറങ്ങും. ഓക്കെ. അപ്പൊ നമ്മുടെ അരി നെയ്യിലും ശർക്കരപ്പാനിയിലൊക്കെ കിടന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് തേങ്ങാക്കൊത്ത്, പിന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും കൊടുക്കും. ഇത് റോസ്റ്റ് ചെയ്തെടുത്തതാണോ? അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ നല്ലപോലെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും. അതുപോലെ തന്നെ തേങ്ങ നമ്മൾ വറുത്തെടുക്കണം എന്നില്ലല്ലോ, നമുക്ക് നോർമലി ചേർത്താൽ മതി. ഓക്കെ, തേങ്ങാക്കൊത്ത് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് നമ്മുടെ നെയ് പായസത്തിലേക്ക്. ഇനി കുറച്ച് തുളസി ഇലയും, കുറച്ച് തുളസി ഇലയും വേണ്ടി കുറച്ച് ലുക്കിന് വേണ്ടി നമ്മൾ കുറച്ച് ചെത്തിപ്പൂവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. നമ്മുടെ നെയ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ഇളക്ക്. ഓക്കെ, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ? അപ്പൊ നമ്മൾ വലിയ ഉരുളിയിലെ പായസം ഒരു കുഞ്ഞു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ടേസ്റ്റ് എന്നൊക്കെ ചൂടുണ്ട്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നിട്ടാണോ പറഞ്ഞത് പൂർണ്ണിമയ്ക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന്? കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പൂർണ്ണിമ ഒന്ന് കഴിച്ചു നോക്കട്ടോ.
ടേസ്റ്റ് അല്ലേ? ടേസ്റ്റ് ഉണ്ട് മിസ്റ്റർ, കഴിച്ചു നോക്ക്. ഇല്ലേ? കൊള്ളാം. നന്നായിട്ട് വയ്ക്കൂ. അതെ, കൈപ്പുണ്യം ഉണ്ട് കേട്ടോ. യാദർച്ച് പറയുന്ന പോലെ ഒന്നല്ല, മൈൻഡ് ചെയ്യണ്ട. നല്ല പൂർണ്ണിമയ്ക്ക് നല്ല കൈപ്പുണ്യം ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ മതി. നേരത്തെ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഞാനിപ്പോ കണ്ടതാ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും നല്ല നെയ്പായസം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാതെ ഞാൻ അവരെ വിടുന്നത് ശരിയല്ല. അപ്പൊ നമ്മുടെ സമ്മാനങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം, സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സൺ ടിപ്സ് ടീ നൽകുന്ന സമ്മാനം. അപ്പൊ രണ്ടുപേർക്ക് സന്തോഷമായ? സന്തോഷമായി. അപ്പൊ എന്തായാലും എനിക്ക് നല്ലൊരു നെയ്പായസമൊക്കെ ഉണ്ടാക്കി തന്നതിന് ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും ജീവിതത്തിലും പ്രൊഫഷനിലും ഒക്കെ രണ്ടുപേർക്കും ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. ഇന്ന് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് GCTE ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ കുട്ടികളാണ്. സോ അവരുമായിട്ട് ഇന്ന് ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ തുടങ്ങല്ലേ? റെഡി? ദിസ് ഈസ് പിട്ടാപ്പള്ളി ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ. നല്ലോണം ഉണ്ടോണം. co-powered by അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺ ടിപ്സ് ടീ. സ്പെഷ്യൽ പാർട്ണർ TTK Prestige, GRB Ghee and Prill. നമ്മള് ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മത്സരിക്കാൻ എല്ലാവരും റെഡിയാണോ? ആണ്. അപ്പൊ ഗെയിം എന്താണെന്ന് പറയട്ടെ. ഈ വളരെ സിമ്പിൾ ആണ്. എല്ലാവരും സ്പൂൺ നാരങ്ങ കളിച്ചിട്ടില്ലേ? അവിടുത്തെ ചേട്ടന്മാരെന്ന് തോന്നും മിണ്ടാത്തത്. നല്ല കുട്ടികളായോണ്ടാണോ മിണ്ടാത്തത്? എന്താ? അതെ, അവിടെ നിന്ന് എനിക്ക് സംസാരിക്കാൻ എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ല. നമുക്കിത് നടുക്കോട്ട് വരാം. ബാ. എന്താ സുന്ദർകുട്ടന്റെ പേര്? അജിത്ത്. അജിത്ത് അവിടെ സ്റ്റുഡന്റ് അല്ലേ? സ്റ്റുഡന്റ് ആണ്. ഓക്കെ. അപ്പൊ സ്പൂൺ നാരങ്ങ കളിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇന്ന് ഞാൻ ഒരു സുവർണ അവസരം തരാണ്. പക്ഷെ സ്പൂണും ഇല്ല, നാരങ്ങയില്ല, നമ്മളുടെ ചുണ്ടും സ്ട്രോയും മാത്രം. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ചുണ്ടും സ്ട്രോയും കൊണ്ട് എങ്ങനെയാണ് നമ്മൾ അത് കളിക്കുന്നത്. നമ്മൾ വിചാരിക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളിവിടെ ടൈമർ വെക്കും. ഒരു 90 സെക്കൻഡ്സ് ഉണ്ടാവും. അവിടുന്ന് ഒരു സ്ട്രോ എടുത്ത് ഫ്രണ്ടിൽ ഒരു സോഡാ കുപ്പി ഉണ്ടാവും. അതിൻ്റെ അകത്തേക്ക് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടണം. സോഡാ കുപ്പി മറിയാൻ പാടില്ല. അതിൻ്റെ അകത്ത് തന്നെ കറക്റ്റ് സാധനം വീഴുകയും ചെയ്യണം. 90 സെക്കൻഡ്സിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സ്ട്രോ ഇടുന്ന ആൾക്കാണ് സമ്മാനം. എങ്ങനെയുണ്ട്? ഇദ്ദേഹത്തിന്റെ കൂടെ മത്സരിക്കാൻ ധൈര്യമുള്ള, ചാലഞ്ച് ചെയ്യാൻ ധൈര്യമുള്ള ആരുണ്ട് ഇവിടെ? ആർക്ക് വേണമെങ്കിലും വരാം. സോമൻ ചേട്ടനോ? എന്താ സോളമാ? നമുക്കിന്ന് തകർക്കണം കേട്ടോ. ഓക്കെ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് സോളമൻ ചേട്ടനാണ്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ ഉടനെ സോളമൻ എനിക്ക് ഇവിടെ വന്ന് മത്സരിക്കുന്നത്. റെഡിയാണോ? നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയണമല്ലോ. സൗണ്ട് ഉണ്ടാക്കാതെ കൈയടിക്കും പ്ലീസ്. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഓക്കെ, റെഡി? ആൻഡ് ദ ടൈം സ്റ്റാർട്ട്സ് നൗ. വിജയകരമായ അജിത് മുന്നേറുന്നു. നല്ലൊരു കൈയടി. അടിപൊളി, ഗംഭീരം. അജിത്ത് 2 കുപ്പിയിലും കൂടെ ആക്കിയിരിക്കുന്നത് 13 സ്ട്രോ ആണ്.
നമ്മുടെ എതിരാളിയെ രീതിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒന്നും നോക്കണ്ട, മാക്സിമം സ്പീഡിൽ ചെയ്യാം. 90 സെക്കൻഡ്സിൽ നമുക്ക് എത്ര എണ്ണം ഇടാൻ പറ്റുമോ അത്ര എണ്ണം ഇട്ടേക്കാം. ഓക്കെ, ആൻഡ് ദ ടൈം സ്റ്റാർട്ട്സ് നൗ. സോളമൻ 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 കുഴപ്പമില്ല കുഴപ്പമില്ല. സോളമൻ 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 സോളമൻ. ഓ, അവിടെ എത്തുമ്പോ എല്ലാരും ഭയങ്കര ടെൻഷനാവും. സോളമാ അങ്ങനെ വിജയകരമായി ഒരു സ്ട്രോ കുപ്പിയിലാക്കിയിരിക്കുകയാണ്. തോറ്റുകൊടുക്കില്ല എന്നുറക്കെ പറഞ്ഞുകൊണ്ട് സോളമൻ വീണ്ടും അടുത്ത സ്ട്രോയുമായി മുന്നോട്ടേക്ക് പോകുന്നു. പോയി പതുക്കേട് സോളമാ. വെച്ച് കഴിഞ്ഞാ പിന്നെ തൊടല്ലേ. നല്ലൊരു വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കം പറഞ്ഞുകൊണ്ട് വീണ്ടും സോളമൻ. പക്ഷെ സ്ട്രോ വിട്ട് കളഞ്ഞു. കുഴപ്പമില്ല. Be precise, സോളമാ. Yes, 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 yes. It's 10, 9, 8, 7, 6, 5, 4, 3, 2, and 1. നമുക്ക് എണ്ണേണ്ട ആവശ്യമില്ല. 3 സ്ട്രോകൾ ഇട്ടിട്ടുള്ളൂ. പക്ഷേ what a game here. Okay, thank you. അപ്പോ നമ്മുടെ വിജയ് ആരാണെന്ന് ഇറ്റ്സ് വെരി ക്ലിയർ. ഹൂസ് ദ വിജയ്? അജിത്. അപ്പൊ അജിത്തിന് നമുക്ക് സമ്മാനം കൊടുക്കണ്ടേ? നല്ലൊരു കൈഡി കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കണേ. കുത്തിരി പിടിച്ച് വാങ്ങിക്കണം എല്ലാവരും. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന സമ്മാനം, അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സൺടിപ്സ് ടീ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, ആൻഡ് അടുത്തത് ഒരു സ്പെഷ്യൽ പ്രൈസ് ആണ്. അത് നൽകാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ സ്വാമി സാമ്പാർ പൗഡർ, ടൈറ്റിൽ സ്പോൺസറായ സ്വാമി സാമ്പാർ പൗഡറിന്റെ ഏരിയ മാനേജർ ടോണി കുര്യൻ സർ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈകൊണ്ടാണ് ഇന്ന് നമ്മുടെ സ്വാമീസിന്റെ ഗിഫ്റ്റ് ഹാമ്പർ അജിത്തിന് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറെ സ്നേഹത്തോടെ ഒരുപാട് ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യാം ടോണി കുര്യൻ. സ്വാമി സാമ്പാർ പൗഡറിന്റെ ഏരിയ മാനേജർ ടോണി കുര്യൻ സർ നമ്മുടെ അജിത്തിന് സമ്മാനം കൈമാറുകയാണ്. പിട്ടാപ്പള്ളി ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ, നല്ലോണം ഉണ്ടോണം, കോ പവേർഡ് ബൈ അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺടിപ്സ് ടീ. സ്പെഷ്യൽ പാർട്ണർ TTK പ്രസ്റ്റീജ്, GRB ഗീ ആൻഡ് പ്രിൽ. എന്റെ മുമ്പിൽ ഒരു പഴക്കൊലയാണ് സുഹൃത്തുക്കളെ ഇരിക്കുന്നത്. പഴമില്ലാതെ എന്തോണം അല്ലേ? നമുക്ക് സദ്യയുടെ കൂടെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ് പഴം എന്ന് പറയുന്നത്. എനിക്കിതിന് വേണ്ടിയിട്ട് 2 പേരടങ്ങുന്ന ഒരു ടീം വേണം. ഓക്കെ, ഇനി ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. പക്ഷെ ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരാള് നമ്മുടെ പഴക്കൊലയും പിടിച്ച് ഒരു സൈഡിൽ നിൽക്കും. മറ്റേയാള് ഓരോ പഴമായിട്ട് ഉരിഞ്ഞുരിഞ്ഞ് തിന്നും. എന്നിട്ട് അതിന്റെ തൊലി നമ്മുടെ ഈ ബോളിലിടും. 90 സെക്കൻഡ്സിനുള്ളിൽ ഏറ്റവും കൂടുതൽ പഴം തിന്നുന്നത് ആരാണോ, ഏത് ടീമാണോ, ആ ടീമായിരിക്കും വിജയിക്കാം. And the time starts now. Up, 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 up. Shreya, 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 Shreya. പോരട്ടെ, സ്പീഡ് വേണം. കുഞ്ഞിപ്പഴമൊക്കെ ഒറ്റയടിക്ക് വായിക്കത്തെ കിട്ടോ. പെട്ടെന്ന് ആയിക്കോട്ടെ, നമുക്ക് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. 5, 4, 3, 2, 1, 0. ഇനി നമുക്ക് എത്ര പഴത്തൊലികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം.
TTK Prestige, GRB Ghee and Prill.